കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നു. തൃശ്ശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച നാരീശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്തായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയത്. അപ്പോഴും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. ആരെക്കുറിച്ചാണ്, എന്തിനെ പറ്റിയാണ് പറഞ്ഞതെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. അവിടേക്കും ഇ ഡി സംഘം വളരെ വേഗത്തിൽ പാഞ്ഞെത്തുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ഈ സംഭവത്തോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നത് മാത്രമാണ്. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെയാണ്: രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നുവെന്നാണ് തൊട്ടു പിന്നാലെ CPM നേതാക്കളടക്കം പറയുന്നത്. അതായത് CPM നേതാക്കൾ ആരും തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തില്ല, രാഷ്ട്രീയ പരാമർശവുമായി മുന്നോട്ട് പോകില്ല, മന്ത്രിമാരാരും തന്നെ കേന്ദ്രത്തെ പോലും കുറ്റം പറയില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ഭരണകാര്യങ്ങളിൽ പ്രധാനമന്ത്രി എല്ലാവരുടേതുമാണ്. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തടക്കം നടന്നിട്ടുണ്ടെന്നും നിയമവിരുദ്ധമായ പല കാര്യങ്ങളും നടന്നതായി വെളിപ്പെടുത്തിയത് അതിൽ പങ്കാളികളായവർ തന്നെയായിരുന്നു. അവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല, കൃത്യമായ തെളിവും അവർ സമർപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നും ആരൊക്കെയാണ് ഗുണഭോക്താക്കളായതെന്നുമൊക്കെ അവർ തുറന്നു പറഞ്ഞു. ഇത്തരം ഇടപാടുകളുടെ കേന്ദ്രബിന്ദു ആര് എന്നത് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും ആർക്കും മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതിയാണ്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും. ഇയാൾ കൈകാര്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയൻ്റെ അധികാരം കൂടിയായിരുന്നു. ഏതെങ്കിലും ഒരു സംഭവമല്ല, അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതൊക്കെ തന്നെ ആർക്കും വായിച്ചെടുക്കാവുന്ന ഒരു വിഷയം തന്നെയാണ്. നയതന്ത്ര ബാഗേജ് മാത്രമല്ല, ബിരിയാണി ചെമ്പും ഖുറാനുമൊക്കെ കിലോ കണക്കിന് സ്വർണം കടത്താൻ ഉപയോഗിച്ചു എന്നാണ് പിന്നാലെ ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു വിവരം. ഇതിനെക്കുറിച്ച് വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം പല ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നു. ഇത് കോടതിയിലെത്തി നിൽക്കുകയാണ്. ഇതിലൊരു അന്തിമ വിധിയിലേക്ക് കടന്നിട്ടില്ല. ആരോപണ വിധേയരാരും കുറ്റക്കാരല്ലെന്ന് ഒരു കോടതിയും വിധി പറഞ്ഞിട്ടില്ല. അന്വേഷണം ഈ ഘട്ടത്തിൽ അവസാനിച്ചിട്ടുമില്ല. സ്വർണ്ണക്കടത്ത് സംഭവം വെറും ആരോപണം മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അന്വേഷണ ഏജൻസികൾക്കും ഇത് സംബന്ധിച്ച വിവരം കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ തെളിവുകളടക്കം ശേഖരിച്ചു പോരുന്നു. ഇതിനോടകം നിരവധി പ്രമുഖർ അഴിക്കുള്ളിലായിട്ടുണ്ട്. നിരവധി ആളുകൾ ഇ ഡി സംഘത്തിൻ്റെ അന്വേഷണ നിഴലിലാണ്. ആരോപണം ഓരോ ഘട്ടത്തിൽ ഉയർന്നപ്പോഴും അവരൊക്കെ നിയമ സംവിധാനങ്ങളെയും അന്വേഷണ ഏജൻസികളെയും വെല്ലുവിളിച്ചവരായിരുന്നു. അവരുടെ പാതയിലാണ് ഇപ്പോൾ കേരളത്തിലെ മറ്റുള്ളവർ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇ ഡി സംഘം പല ഓഫീസുകളിലേക്കും എത്തിച്ചേരാമെന്നുള്ള മുന്നറിയിപ്പും ഇതിലൂടെ തന്നെ നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.